നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ ടാലി പ്രൈമിൽ അക്കൗണ്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ, അതേപോലെ ഫർണിച്ചർ, അതേപോലെ മെഷീനറി, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ബിസിനസ് വേണ്ടിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ പർച്ചേസ് ബില്ലായിട്ട് നമുക്കത്, അതായത് നമുക്കൊരു B2B ബില്ലായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടാക്സോട് കൂടിയുള്ള പർച്ചേസ് നമുക്കത് എങ്ങനെ ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് എങ്ങനെ സിമ്പിളായിട്ട് അത് നമ്മളെങ്ങനെ പ്രൈമിൽ, അതായത് ടാലി പ്രൈമിലാണ് ഞാൻ ഈ ഒരു അക്കൗണ്ടിങ് ഇൻവോയ്സ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് വരിക. ആ ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം അവിടെ ട്രാൻസാക്ഷൻ്റെ താഴെ കാണാം വൗച്ചറിൽ, ആ വൗച്ചറിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് F9, അതായത് F9 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസിലേക്ക് വരും. അപ്പോൾ ആ പർച്ചേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ് മാറ്റണം. അതായത് നമ്മൾ സാധാരണ നമ്മളൊരു ഗുഡ്സ്, അതായത് ഒരു ട്രേഡിംഗ് ഗുഡ്സ്, നമ്മൾ സാധനം വാങ്ങി വിൽക്കുന്നതിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മോഡ് മാറ്റണം. അപ്പോൾ Ctrl+H ആണെങ്കിൽ നമ്മൾ സാധനം വാങ്ങി വിൽക്കുകയാണെങ്കിൽ അത് ഐറ്റം ഇൻവോയ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുക. സാധാരണ ഏതാണ് ഐറ്റം ഉണ്ടെങ്കിൽ ഐറ്റം എൻ്റർ ചെയ്തിട്ട് അങ്ങനെ എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് നമ്മളത് പർച്ചേസ് എൻ്റർ ചെയ്യുക. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിക്സഡ് അസറ്റാണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആ ഒരു മോഡ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ കീബോർഡിൽ വന്നിട്ട് Ctrl+H എൻ്റർ ചെയ്യുക. Ctrl+H എൻ്റർ ചെയ്തിട്ട് ഇവിടെ ഐറ്റം ഇൻവോയ്സ് എന്ന് കാണാം. ഐറ്റം ഇൻവോയ്സിന് താഴെ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് കാണാം. ആ അക്കൗണ്ടിങ് ഇൻവോയ്സിൽ സെലക്ട് ചെയ്തതിന് ശേഷം അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബിൽ നമ്പർ ഇപ്പോൾ ഏതാണെങ്കിൽ, ഇപ്പോൾ സപ്ലയർ തന്നപ്പോൾ ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ബിൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ആ ബിൽ നമ്പർ, സപ്ലയർ ഇൻവോയ്സ് നമ്പർ. എന്നിട്ട് നിങ്ങൾ ഏതാണ് ആ ഡേറ്റ്, നിങ്ങൾ ഏത് ഡേറ്റിലാണ് ആ ഒരു ഗുഡ്സ്, അതായത് ഫിക്സഡ് അസറ്റായ ആ ഗുഡ്സ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ ആ ഡേറ്റ് അവിടെ കൊടുക്കുക. ഞാൻ അവിടെ 1 ഏപ്രിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ പാർട്ടിയുടെ പേര്, ഇപ്പോൾ ഉദാഹരണം എക്സ് സപ്ലൈസ് ആണെങ്കിൽ എക്സ് ഏതാണോ ആ പാർട്ടിയുടെ പേര് വെച്ചാൽ ആ പാർട്ടിയുടെ പേര് കൊടുക്കുക. അപ്പോൾ എന്തായാലും B2B സപ്ലൈസ് ആണെങ്കിൽ അതിന് GST നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ അണ്ടർ സണ്ടർ ക്രെഡിറ്റ് കൊടുക്കുക. ആ പാർട്ടിയുടെ അണ്ടർ സണ്ടർ ക്രെഡിറ്റാണ്, നമ്മൾ ഗുഡ്സ് വാങ്ങിയാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കുക. കൂടാതെ തന്നെ സ്റ്റേറ്റ് കേരള കൊടുക്കുക, അതുപോലെ കൺട്രി കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദാഹരണം ഇവിടെ പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിങ്ങൾ റെഗുലർ ആവും, എന്താ വെച്ചാൽ B2B പർച്ചേസ് എന്തായാലും റെഗുലർ ആവും. അപ്പോൾ റെഗുലർ സെലക്ട് ചെയ്ത് പിന്നെ GST നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഡമ്മി GST നമ്പർ അടിക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ എൻ്റർ ചെയ്ത് പോരുക. അപ്പോൾ അതായത് നമ്മുടെ പാർട്ടിയുടെ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then നമ്മൾ താഴെ എൻ്റർ ചെയ്ത് പോന്നിട്ട് നമ്മൾ ആദ്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ല പർട്ടിക്കുലർ ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറാണ് അതായത് നമ്മൾ ഫിക്സഡ് അസറ്റിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ Alt+C അടിച്ചിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ എന്നിട്ട് അതിൻ്റെ അണ്ടർ ഫിക്സഡ് അസറ്റ് അതായത് നമ്മൾ സ്റ്റോക്കിലേക്കല്ല വരേണ്ടത്, നമ്മൾ ഫിക്സഡ് അസറ്റായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് അതിൽ നമ്മൾ GST അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ അപ്ലിക്കബിൾ എനേബിൾ ചെയ്തു. അതുപോലെ സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽ അവിടെ യെസ് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ HSM കോഡ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ കമ്മോഡിറ്റി കോഡ് 6908 നിങ്ങൾ എക്സാമ്പിൾ അതായത് വിചാരിക്കുക, അസ്യൂം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കോഡ്, നിങ്ങൾ ആ ബില്ലിൽ ഏതാണ് കോഡ് വെച്ചാൽ കൊടുക്കുക. അതായത് ആ മെറ്റീരിയലിൻ്റെ കോഡ് HSM കോഡ് ഉണ്ടാവും, ഓരോ ബില്ലിനും HSM കോഡ് ഉണ്ടാവും. അപ്പോൾ ആ ബില്ലിൻ്റെ HSM കോഡ് അവിടെ കറക്റ്റായി കൊടുക്കുക. ഇവിടെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കോഡ് 6908 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ ഉള്ളൂ. എന്നിട്ട് പർച്ചേസ് നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സിബിൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ഉണ്ടല്ലോ, ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് ഇവിടെ അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ടാക്സ് റേറ്റ് 18% ആണെങ്കിൽ ഇൻറ്റഗ്രേറ്റിൽ മാത്രം കൊടുത്താൽ മതി. അവിടെ 18 കൊടുത്തു കഴിഞ്ഞാൽ മറ്റേത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 99 CGST SGST വരും. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ ഗുഡ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എന്ന ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വില 25,000 രൂപയാണെങ്കിൽ 25,000 എൻ്റർ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മളിതിൻ്റെ കേരളത്തിലുള്ളിലാണെങ്കിൽ നമ്മൾ CGST SGST അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ബില്ലിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 25,000 രൂപയാണെങ്കിൽ അതിൻ്റെ 9% ആണെങ്കിൽ 2250 2250 ടാക്സ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ 25,000 രൂപ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വില വരുന്നത്. അതേപോലെ 2250 CGST, അതേപോലെ SGST 2250 ടാക്സ് നമ്മൾ അതായത് പെയ്ഡ് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ നമ്മളെ വില പറഞ്ഞാൽ 29,500 അപ്പോൾ 29,500 കൊടുത്തിട്ടാവും നമ്മളെ കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടാവുക. ടാക്സ് നമുക്ക് ഈ 2250 നമുക്കത് ഇൻപുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, GSTയിൽ എടുക്കാം. അപ്പോൾ നമ്മളത് സേവ് ചെയ്യുക. നരേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് ഏത് ബില്ല് ഏതാണ് പർച്ചേസ് ചെയ്യുക എന്ന ദിവസമാണെന്നുള്ളത് നരേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് സേവ് ചെയ്യുക, എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താ നമുക്ക് നോക്കുക. ഇതിൻ്റെ എഫക്റ്റ് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇതിൽ പർച്ചേസിൽ കയറിയണോ എന്നുള്ള ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അതിൽ പർച്ചേസിലൊന്നും കയറിയിട്ടില്ല.
അപ്പോൾ നമ്മളത് എവിടെ അതിൻ്റെ ഒരു എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് ഫിക്സഡ് അസറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ അവിടെ കയറിയിട്ടുണ്ടോ 25,000 രൂപ അവിടെ ഫിക്സഡ് അസറ്റ് 2,250 ടാക്സ് ആണ്, അത് നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാനത് ആ ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ട് അവിടെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ GST റിപ്പോർട്ട് നോക്കാം. അപ്പോൾ നമ്മളെ പർച്ചേസായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അത് GSR 1 വന്നിട്ടുണ്ടാവില്ല, 3B വന്നിട്ടുണ്ട്. അപ്പോൾ GSR അതായത് നമ്മൾ അപ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ GST റിപ്പോർട്ടിൽ വരിക. GST റിപ്പോർട്ടിൽ GSR 3B സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2,250 ടോട്ടൽ ടാക്സ് എലിജിബിൾ ITസിൽ അത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് JSON-ആയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് അവിടെ വരും. പിന്നെ നമ്മൾ GST ഫയൽ ചെയ്യുമ്പോൾ 2B ബേസിസിലോട്ട് ഫയൽ ചെയ്തുകൊണ്ട് നമുക്കത് ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇൻവോയ്സ് അതായത് നമ്മളൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ അക്കൗണ്ട് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് മനസ്സിലായി വിചാരിക്കണം.